പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനമായ ആറന്മുളയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പുണ്യനിധിയായ പമ്പാ തീരത്താണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം നിലകൊള്ളുന്നത്. പഞ്ചപാണ്ഡവരിൽ ഒരാളായ അർജുനൻ നമ്മുടെ കൃഷ്ണ ഭഗവാന് വേണ്ടി നിർമ്മിച്ചതാണ് ഈ ആറന്മുള ക്ഷേത്രം എന്നാണ് സങ്കല്പം. അന്നദാന പ്രഭുവായി അറിയപ്പെടുന്ന ആറന്മുളേശന് എല്ലാ വർഷവും കർക്കിടകം 15 മുതൽ കന്നി 15 വരെ ഭക്തർ നടത്തിവരുന്ന വഴിപാടുകളാണ് ഈ വള്ളസദ്യ. 64 വിഭവങ്ങളോടെ വിളമ്പുന്ന വള്ളസദ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെജിറ്റേറിയൻ സദ്യയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ വള്ളസദ്യ കഴിക്കാനുള്ള ഭാഗ്യം ഇത്തവണ എനിക്കും കിട്ടി. ഈ വർഷത്തെ വള്ളസദ്യ 6 വള്ളസദ്യ കഴിഞ്ഞ 6ാമത്തെ വള്ളസദ്യയാണിത്. ഇനിയും ഒരു 4 സദ്യകളുണ്ട്. ഇത് കൂടാതെ റാന്നി ഔട്ടം ജലോത്സവം, പിന്നെ റാന്നി പുതിയ ചതയം, ഉത്തരട്ടാതി, അഷ്ടപുരോണി, ഇങ്ങനെ 3-4 വള്ളംകളികളുണ്ട്. പിന്നെ കീഴിയര പള്ളിയോടം ഒരു മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായിട്ട് നിലകൊള്ളുന്ന പള്ളിയോടം. ഞാൻ ജാതി മത്സരം ഈ പള്ളിയോടത്തിൽ കയറുകയും അതിനു വേണ്ടി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താണ്. ഒരു നാട്ടിന്റെ ഉത്സവമായിട്ടാണ് ഞങ്ങളിത് കൊണ്ടാടുന്നത്. ഇതിപ്പോ എന്നാ തുടങ്ങിയ ജൂലൈ 13-ാം തീയതി മുതൽ വള്ളസദ്യ തുടങ്ങിയാണ്. ഒക്ടോബർ 2-നാണ് വള്ളസദ്യ തീരുന്നത്. സദ്യ നമുക്ക് ഏകദേശം ഒക്ടോബർ 2 വരെ ഉണ്ട്. ഇതിപ്പോ നമ്മുടെ 5ാമത്തെ വള്ളസദ്യയാണ്. ഒന്നത്തെ കാര്യം, നമുക്ക് കീഴര എന്ന് പറയുന്നത് നിലവിലത്തെ പള്ളിയോടങ്ങളിൽ ഏറ്റവും അമരപ്പൊക്കമുള്ള ഒരു പള്ളിയോടം കൂടിയാണ്. ഏകദേശം 110 പേർക്ക് കയറും അതിന്റെ കപ്പാസിറ്റി. ഇതിപ്പോ എത്ര മണിക്ക്? 11 മണിക്ക്. ഇത് നമ്മള് 11-11:30 ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമ്മള് അവിടെ ചെന്നിട്ടാണ് ബാക്കി. അത് ഇവിടുന്ന് വല്ല പൂജയൊക്കെ ഉണ്ടോ? ഇവിടുന്ന് നമ്മള് നിലവിലത്തെ ഇന്നത്തെ വള്ളസദ്യ നേർന്ന ആളുടെ നമ്മൾ ദക്ഷിണ വാങ്ങിച്ചിട്ട് സ്വീകരിച്ചിട്ട് നമ്മൾ ആറന്മുളയ്ക്ക് പോകും. എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ നമ്മളെ സ്വീകരിക്കും. അഷ്ടമംഗല്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്വീകരിച്ചിട്ട് ആനയിച്ച് നടപ്പന്തലിലെ കൊടിമര ചോട്ടി എത്തിയിട്ട് അവിടെ സ്തുതി പാടി അവിടെ നമ്മൾ അത് സമർപ്പിച്ച് എന്നിട്ട് നമ്മൾ വള്ളസദ്യ നടക്കുന്ന ഇന്നത്തെ വള്ളസദ്യ പുറത്താണ്, അമ്പലത്തിന് ഔട്ട് സൈഡ് ഉള്ള ഓഡിറ്റോറിയം. അപ്പൊ അവിടെ പോയി സദ്യ ഉണ്ട്. തിരിച്ചു പാറ നിറച്ച് അവര് നമ്മളെ എതിരേറ്റ് കടവിക്കൊണ്ട് ആനയിച്ച് നമ്മളെ അവിടുന്ന് യാത്രയാക്കി ഒരു ചടങ്ങ്. ഒരു 2-2:30 വരെ മണിക്കൂർ, 2:30 വരെ 3 മണി വരെ നടക്കുന്ന ഒരു ചടങ്ങ്. ഇത്രയും കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് കരയിൽ വരുമ്പോഴത്തേക്ക് ഒരു 4 മണി ഇവിടെ തിരിച്ചു വരും. ഇത് ഈ കരയുടെ മാത്രം ഇത് ഈ ഒരു കരയുടെ മാത്രം പള്ളിയോടമാണ്. ഇങ്ങനത്തെ 52 പള്ളിയോടങ്ങളുണ്ട്. കിഴക്ക് ഒരു ദിവസം ഒരെണ്ണേ ഇറങ്ങത്തുള്ളൂ, അങ്ങനെ അല്ല. ഈ കരയെന്ന് പറയണം. ഇതിന് മുകളിൽ കാട്ടൂർ എന്ന് പറയുന്ന ഒരു, ശരിക്കും ഈ ഇതിന്റെ വള്ളസദ്യ വള്ളംകളിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് കാട്ടൂർ മഠം എന്ന് പറയുന്നത്. മങ്ങാട്ട് മഠം, അവിടുന്ന് ആ കരയിൽ തന്നെ ഒരു വള്ളമുണ്ട്. ഓരോ മേളിൽ നിന്ന് കിഴക്ക് പാലത്തിന്, കോഴഞ്ചേരി പാലത്തിന് മേളിലോട്ട് കിഴക്കിൽ നിന്ന് 2 വള്ളമാണ് അറിവിലുള്ളത്. പാലത്തിന് താഴെ ഏകദേശം 8-10 വള്ളങ്ങൾ വേറെ ഉണ്ട്. ഏകദേശം ദിവസത്തിനുള്ളിൽ 52 ഇറങ്ങിക്കഴിഞ്ഞു, അങ്ങനെയാണോ? എല്ലാ വള്ളങ്ങളും ഇറങ്ങി ഓൾറെഡി. ഈ 52 പള്ളിയോടങ്ങളും നീരണിഞ്ഞു ഓൾറെഡി. ഓരോ ദിവസം ഓരോ കരകൾക്കാണ് വള്ളസദ്യ നടക്കുന്നതെന്നാണ്. ഇന്ന് ഞങ്ങൾക്കുണ്ട്. ഇന്ന് ഞങ്ങൾക്കുള്ളത് കീഴേരക്കുള്ളത് 27, 29, 30, 1 ഇങ്ങനെ പോവാ ഓരോ ഡേറ്റും. ഉദ്ദിഷ്ട കാര്യസിദ്ധി, അതിനു വേണ്ടിയിട്ടാണ് ഈ വഴിപാടുകളൊക്കെ നടത്തുന്നത്. വഴിപാട് നടത്തുന്ന ഭക്തൻ അന്നേ ദിവസം രാവിലെ ക്ഷേത്രത്തിലെ കൊടിമര ചുവട്ടിൽ നിറപറ സമർപ്പിച്ച് ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കും. നിറപറകളിൽ ഒന്ന് ഭഗവാനും മറ്റൊന്ന് പള്ളിയോടത്തിനും എന്നാണ് വിശ്വാസം. മേൽശാന്തി പൂജിച്ചു നൽകുന്ന മാലയും വെറ്റിലയുമായി ഭക്തൻ പള്ളിയോടക്കടവിലെത്തി മാല ചാർത്തി പള്ളിയോടങ്ങളെ അലങ്കരിച്ച് അതിനുശേഷം കരക്കാർ നാടൻ തനിമേൽ ഭഗവാനെ സ്തുതിച്ച് വഞ്ചിപ്പാട്ടുകളും പാടി അമ്പലത്തിലേക്ക് പള്ളിയോടം തുഴഞ്ഞു നീങ്ങും. അതാണ് ആദ്യത്തെ ആചാരം. നമുക്കിന്ന് കീഴുകര പള്ളിയോടത്തിന് വേണ്ടി നടത്തുന്ന വള്ളസദ്യയിലാണ് പങ്കുചേരാൻ പറ്റിയത്. ഇവരോടൊപ്പമുള്ള വള്ളസദ്യ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ ഈ കീഴുകര കരക്കാര് വഴിയാണ് നമുക്ക് വള്ളസദ്യ കഴിക്കാനുള്ള പാസ് കിട്ടിയതും വള്ളസദ്യ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായതും. അഡീഷണൽ 200 ആണെങ്കിൽ 45,000. നല്ല ഒരു നമ്മളൊരു 400 പേർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ മണി, സോളിഡ് മണി നമ്മുടെ കയ്യിൽ. ചിലവെല്ലാം കൂടെ അങ്ങനെയൊക്കെ. നിങ്ങളൊക്കെ എറണാകുളത്ത് നിന്നാണെങ്കിൽ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ 50 പൈസ, ബസ്സിന് കാര്യങ്ങളൊക്കെ രാവിലെ ആവുള്ള പൈസ, നമുക്കൊക്കെ ഇവിടെ നടത്തുന്നവർക്ക് അങ്ങനെ ചിലവില്ല. എന്നാലും 2 രൂപ. ഒരു 250 പേർക്കാണെങ്കിൽ 1 ലക്ഷം രൂപ, 1.5-ക്കുള്ളിൽ നിൽക്കും. 400 പേരൊക്കെ ആണെങ്കിൽ 2 ലക്ഷം. പുള്ളി
സ്ഥാനം മാറി അടുത്ത അംഗീകൃതരായിട്ട് അതായത് നാളെ ഇന്ന് രാത്രി ഇറങ്ങുവാണ് അടുത്ത ഞങ്ങളുള്ള ഈ പ്രാവശ്യം മന്നൻ ട്രോഫിയാണ് ഷുവറാ. പ്രാവശ്യം ഞങ്ങൾ മന്നൻ ട്രോഫി കൊണ്ടുവരുമെന്നുള്ള മാക്സിമം ട്രൈ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ലൂസേഴ്സ് ഫൈനൽ ഞങ്ങൾ കൊണ്ടുവന്നു. ഈ പ്രാവശ്യം മന്നൻ ട്രോഫിയാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. കൊണ്ടുവരും, ഞങ്ങൾ കീഴരക്കരയിൽ കൊണ്ടുവന്നിരിക്കും. അതാണ് ഞങ്ങളുടെ പ്രയത്നം. താങ്ക് യു. ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരനടയിൽ പള്ളിയോടം തുഴഞ്ഞെത്തുന്ന കരക്കാരെ ക്ഷേത്രത്തിലേക്ക് ആചാരപൂർവ്വം എഴുന്നള്ളിക്കുന്നു. വള്ളപ്പാട്ടുകൾ പാടിക്കൊണ്ട് കരക്കാർ ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് നിറപറയ്ക്ക് മുന്നിൽ തുഴകളിലൊന്ന് സമർപ്പിച്ച ശേഷമാണ് വിഭവസമർത്ഥമായ വള്ളസദ്യ ആരംഭിക്കുന്നത്. 64 കൂട്ടം വിഭവങ്ങൾ ഒത്തുചേരുന്ന രുചിപ്പെരുമയുടെ കേന്ദ്രമാണ് ആറന്മുള വള്ളസദ്യ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരു 44 ഐറ്റം നമ്മുടെ ഇലയിൽ വിളമ്പി വെച്ചേക്കും നേരത്തെ തന്നെ. ബാക്കി 20 വിഭവങ്ങൾ നമ്മൾ പാട്ടുപാടി ചോദിച്ച് ശ്ലോകം ചൊല്ലി മേടിക്കേണ്ടതാണ്. അതൊരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. നല്ല ചൂടായിട്ടാ പൊള്ളിപ്പോയി ഗൈസ്. നമുക്കിപ്പോൾ പാസ് കിട്ടിയെന്ന് വെച്ചാൽ കരക്കാർ വഴിയിട്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞങ്ങൾക്ക് പാസ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ പാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പള്ളിയുടെ സേവാ സംഘത്തിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പാസ് അവൈലബിൾ ആണെങ്കിൽ പാസ് കിട്ടും. പക്ഷെ എല്ലാവർക്കും ഒന്നും പാസ് കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു ദിവസം 250 പേർക്കുള്ള സദ്യയൊക്കെ ഒരു വഴിപാടുകാർ നേരത്തുള്ളൂ. അപ്പം അതിനനുസരിച്ച് പാസ് ഒഴിവുണ്ടെങ്കിൽ നമുക്ക് കയറി സദ്യ കഴിക്കാൻ പറ്റും. അങ്ങനെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളൊരു സൺഡേ ആണ് പോയി. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ 14 പള്ളിയോടങ്ങൾക്ക് വള്ളസദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം അമ്പലത്തിനുള്ളിൽ ഇല്ലാത്ത കാരണം നമ്മളൊരു പുറത്തെ ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ സദ്യ കഴിക്കാനായിട്ട് പോകേണ്ടി വന്നത്. നമ്മുടെ ഈ 64 ഐറ്റം സദ്യയിൽ തന്നെ പലതരം ഉപ്പേരികൾ, ചേന, കായ കൊണ്ടുള്ള ഉപ്പേരി, പിന്നെ പലതരം തോരൻ, മടന്തത്തോരൻ, ചീരത്തോരൻ, അങ്ങനെ കുറച്ച് തോരൻ, അവിയൽ, പിന്നെ കിച്ചടി, പച്ചടി, ഓലൻ, കാളൻ, പരിപ്പ്, സാമ്പാർ, മോരുകറി, രസം, പിന്നെ തൈര്, പാളത്തൈര്, പിന്നെ ഇഞ്ചിത്തൈര് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് വെറൈറ്റി. പിന്നെ അമ്പഴങ്ങ കൊണ്ടിട്ട് അച്ചാറുണ്ടായിരുന്നു, പപ്പടം, ചുട്ട പപ്പടം ഉണ്ടായിരുന്നു, വറുത്ത പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ ചമ്മന്തിപ്പൊടി, ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി ഒക്കെ ആയിട്ട് വെറൈറ്റി സദ്യയായിരുന്നു കേട്ടോ. കൊളുത്തിയ നിലവിളക്കിനെ
സദ്യ കഴിച്ച ശേഷം കരക്കാർ കൊടിമര ചുവട്ടിലെത്തി ആറന്മുളേശനെ നമസ്കരിച്ച് പറ മറിച്ച് ദക്ഷിണ വാങ്ങി വഴിപാടുകാരെ അനുഗ്രഹിച്ച് മടങ്ങും. അതോടുകൂടി അന്നത്തെ വള്ളസദ്യക്ക് സമാപനമാകും. അങ്ങനെ നമ്മൾ നല്ലൊരു സദ്യയൊക്കെ കഴിച്ച് ആറന്മുളയോട് വിട പറഞ്ഞ് അവിടുന്ന് യാത്രയായി. എങ്ങനെയുണ്ടായിരുന്നു സിഞ്ചു എക്സ്പീരിയൻസ്? വള്ളസദ്യയുടെ എക്സ്പീരിയൻസ് അല്ലേ, നല്ലതായിരുന്നു കേട്ടോ, അടിപൊളി. നമ്മൾ ആദ്യമായിട്ട് പോയതാണ് വള്ളസദ്യ കഴിക്കാൻ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ചേട്ടന്മാര് പൊളിയായിരുന്നു കേട്ടോ, നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നെന്ന് അറിഞ്ഞ ഉടനെ തന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തും. നല്ല സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ എല്ലാ ചേട്ടന്മാരും. പിന്നെ നമ്മുടെ ജിഷ്ണു ഒക്കെ പൊളിയായിരുന്നു, എല്ലായിടം കൊണ്ട് നടന്ന് അവർക്ക് എല്ലാം പറഞ്ഞു തന്നു. നമുക്ക് അറിയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി കേട്ടോ. അത് കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ വള്ളസദ്യ. ഇനിയും ഇതുപോലെ പോണമെന്നുണ്ട്. പക്ഷെ ചൂട് ഒരു ഭയങ്കരമായിരുന്നു കേട്ടോ. ചൂട് നമ്മളെ തകർത്ത് കഴിഞ്ഞ് കാലൊക്കെ പൊള്ളിച്ചൊക്കെ വന്നു എൻ്റെ കാല്. അത് മാത്രമേ ഒരു കുഴപ്പമായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പാട്ട്, വള്ളപ്പാട്ട്, സദ്യ, എത്ര 64 കൂട്ടം, അങ്ങനെ 64 കൂട്ടം വന്ന് തോന്നുന്നു. അത്രയും സദ്യ, കറികള്, ഓരോന്നും പാടി വരുത്തുന്നത് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ചേട്ടന്മാർക്കും വളരെ താങ്ക്സ്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ അറിയില്ല, പക്ഷെ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണം. ഇത്രയുള്ള വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. പിന്നെ ആറന്മുള സദ്യ നിങ്ങൾ ഒരു വട്ടമെങ്കിലും പോയി എക്സ്പീരിയൻസ് ചെയ്യണം. വള്ളപ്പാട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഓണ സമയത്ത് ഏകദേശം ഒരു കർക്കിടകം പകുതിയൊക്കെ ആകുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. കർക്കിടകം